ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റനിങ് പാക്ക്. നിങ്ങൾ വൈറ്റനിങ് ക്രീം ഒന്നും തേച്ചിട്ട് മുഖം കേടാക്കണ്ട. വൈറ്റനിങ് ക്രീം ഒട്ടും നല്ലതല്ല, നമുക്ക് വൈറ്റനിങ് പാക്കാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ചെയ്തതാണ്. ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടത്. സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിനുള്ള പാക്കാണ്. 4 ഇൻഗ്രീഡിയൻസ് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പൊടിച്ചിട്ട് ഞാനിത് ഒരു ഡപ്പയിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഡെയിലി ഉപയോഗിക്കാൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ. വൈറ്റനിങ് ക്രീം ഒന്നും വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല. വൈറ്റനിങ് പാക്ക് മാത്രം മതി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഒരു ഗ്ലോയോടുകൂടി ഇരിക്കാനും ആ ടാനൊക്കെ മാറാനും ആ മുഖക്കുരു വന്ന പാടുകളൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമുക്കത് മെല്ലെ മെല്ലെ അത് പൂർണ്ണമായി മാറ്റാനും ഒക്കെ സഹായിക്കണം. നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നല്ലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ. കണ്ടോ, കടലപ്പരിപ്പ്. നമ്മൾ കടലമാവൊക്കെ വാങ്ങില്ലേ, അതിൻ്റെ കടലപ്പരിപ്പ്. ഇനി നമുക്ക് അടുത്തത് ആവശ്യം ഇത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ തൊലിയോട് കൂടിയുള്ളതാണെന്ന് വെച്ചാലും തൊലി ഇല്ലാത്തതാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഉഴുന്നാണ്. ഉഴുന്നും ഇതുപോലെ തന്നെ നമുക്ക് തൊലിയോട് കൂടിയുള്ളതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, തൊലി ഇല്ലാത്തതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത് തൊലിയോട് കൂടിയുള്ളതാണ്. ഞാൻ പൊടിച്ചപ്പോൾ തൊലി ഇല്ലാത്തതാണ് പൊടിച്ചത് കേട്ടോ. ഈ 3 എണ്ണവും. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു ചെറിയ ഒരു റോസ് കളറിലുള്ള ഒരു പരിപ്പില്ലേ, ഒരു പിങ്ക് കളർ പോലെയൊക്കെ, ആ പരിപ്പും. അങ്ങനെ 4 ഇൻഗ്രീഡിയൻസും കൂടി വെച്ച് പൊടിച്ചതാണ് ഈ പൊടി. ഓക്കെ, ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. പൊടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ആ സമയത്തുണ്ടല്ലോ വീഡിയോ എടുത്തില്ലേ ഞാൻ, അപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഞാൻ ഉപയോഗിച്ച് വരണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ പൊടി 1 സ്പൂണ് നമുക്കെടുക്കാം. മിക്സ് ചെയ്യുക. നമുക്ക് തൈരിൽ, കട്ട തൈരുണ്ടെന്ന് ഏറ്റവും നല്ലതാണ്. ഞാൻ അധികം തൈരിലാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ തൈര് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. അത് കാച്ചാത്ത പാല്, കാച്ചിയ പാലോ കാച്ചാത്ത പാലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാൻ എന്ത് വേണിച്ചാലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് പാലൊഴിച്ചു. അതിന് ശേഷം കുറച്ച് നാരങ്ങ. നമ്മൾ കട്ട തൈര് പുളി ഉള്ളതാണെന്ന് വെച്ചാൽ ഈ നാരങ്ങയുടെ ആവശ്യമില്ല. ഡെയിലി നമുക്ക് നാരങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കട്ട തൈര് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട തൈര് പറ്റാത്തവർക്ക് പാലോ റോസ് വാട്ടറോ കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ, നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞാനത് അരിക്കാനൊന്നും നിന്നില്ല. ചെല്ലട വെച്ചിട്ട് നമ്മൾ ചെലിച്ചെടുക്കില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. നമുക്കിതൊരു മസാജ് കൊടുത്തു പറഞ്ഞാൽ സ്കിന്ന് നമ്മൾ ചെലിച്ചത് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വീഴില്ല. ഇത് ഞാൻ പൊടിച്ച് എന്താ പറയുക, പരമാവധി തരിയില്ലാതെ പൊടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തരിയില്ല. നിങ്ങൾ ചെയ്യുമ്പോഴും അരിച്ചെടുക്കാൻ പറ്റുന്നവർ അരിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുളിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ആഴ്ചയിൽ 1 വട്ടോ 2 വട്ടമൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് കുളിക്കുകയാണെന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ടാന് മുഴുവൻ മാറും. സ്കിന്നിൻ്റെ ആ ഒരു പഴയ കളർ ഇല്ല എന്ന് പറയണവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതായിരിക്കും. സ്കിന്നിൻ്റെ ആ പഴയ കളർ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കേട്ടോ. മുഖത്ത് മാത്രമല്ല, കുളിക്കുമ്പോൾ നമുക്കിതൊരു ബാത്തിങ് പൗഡറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. നല്ലപോലെ ഒരു കുളിക്കുന്ന സമയത്താണ് വെച്ചാൽ ശരീരം മൊത്തം ഇത് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്കിതിങ്ങനെ വിടണം. അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ, നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. അതാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടാൻ ഉണ്ടായിരുന്നു മുഖത്ത്. അതിന് നല്ലൊരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മസാജ് ചെയ്യുക. നമ്മുടെ ആ ഒരു പിങ്ക് പരിപ്പുണ്ടല്ലോ, അത് നമ്മുടെ മുഖത്ത് എന്താ പറയുക, വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. കടലമാവ് നമ്മുടെ മുഖത്തെ കടല പരിപ്പാണ് ഞാനിതിൽ പൊടിച്ചിരിക്കുന്നത്. കടലയുടെ പൊടിയല്ലാതെ ചേർത്ത് നിങ്ങൾക്ക് അങ്ങനെ വിളിച്ചാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാനും നല്ലൊരു ക്ലെൻസറായിട്ട് പ്രവർത്തിക്കും കടലമാവ്. അതുപോലെ തന്നെ എനിക്ക് കടലമാവ് ഉപയോഗിക്കുമ്പോൾ മുഖം ഒന്ന് വെളുത്തതായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ സ്കിന്നിന് നല്ല ചേർന്നതാണ് കടലമാവ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കടലപ്പരിപ്പ് അതിൻ്റെ കൂടെ പൊടിച്ച്. ഉഴുന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറുപയറാണെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നത് നമുക്ക് റിസൾട്ട് തരുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണ
ടാൻ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരു വന്ന പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ മെല്ലെ പെട്ടെന്നൊന്നും അത് മാറില്ല. നമുക്ക് ഈ പിഗ്മെൻറ്റേഷനും ഒക്കെ മുഖക്കുരു വന്ന പാടുകൾ പെട്ടെന്ന് മാറും. പിഗ്മെൻറ്റേഷൻ മാറാൻ കുറച്ച് താമസമാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ പിഗ്മെൻറ്റേഷനും നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം. നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റെങ്കിലും ഒരു മസാജ് ചെയ്തിട്ട് സ്കിന്നിൽ അങ്ങനെ അത് വിടുക. അല്ല നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം 3 വട്ടം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റെങ്കിലും നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം അങ്ങനെ വിടുക. ഇപ്പം ഞാനിപ്പോൾ അതാ കഴുത്തിൽ അധികം മസാജ് കൊടുത്തിട്ടില്ലേ, കഴുത്തിൽ ഞാനിപ്പോൾ മസാജ് കൊടുക്കും. ഇത് വീഡിയോ നീണ്ടു പോയാലോ പറഞ്ഞിട്ടാണ് കേട്ടോ. മുഖത്തൊരു 2 മിനിറ്റിൻ്റെ മസാജാണ് കൊടുത്ത്, കാരണം ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ. കഴുത്തിൽ ഞാനൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കും. അതിന് ശേഷം ഞാൻ കട്ടിയിലിട്ടിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണങ്ങി ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കണ്ടു. മുഖം നല്ല അടിപൊളിയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും എല്ലാവർക്കും റിസൾട്ട് കിട്ടും. അത്ര നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്കത് കാണിച്ചു തന്നത്. കാരണം എൻ്റെ മുഖത്ത് നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ജോലിക്ക് പോക്കും, ഉച്ചയ്ക്ക് ഉള്ള ആ ഒരു വരവും വെയിലും ഉള്ളലും വൈകിട്ടുള്ള ആ ഒരു ആകെ ഒരു അലച്ചിലാണ് വീട്ടിലത്തെ പണികളും. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ആ ഒരു ക്ഷീണം മുഖത്തുണ്ടാവും, ആ ഒരു ടാൻ ഉണ്ടെങ്കിൽ അത് മുഖത്തുണ്ടാവും. അതൊക്കെ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുന്നതിലൂടെ പോകുന്നുണ്ട്. ഇത് തേക്കും ഞാനൊരു മസാജ് ഒരു ചിലപ്പോൾ 2 മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 1 മിനിറ്റ് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെ മുഖത്ത് ഇടും. 15 മിനിറ്റോ 20 മിനിറ്റോ വയ്ക്കും. കുളിക്കുമ്പോൾ അങ്ങനെ കഴുകിക്കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടി പ്രത്യേക ഒരു ടൈമൊന്നും കണ്ടുപിടിക്കില്ല. കിച്ചണിൽ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.